സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനും എൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ, മൃത്യുവിങ്കൽ വലഞ്ഞപ്പോൾ തൂങ്ങി മരിച്ചു നീ, നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഏലിയ പ്രവാചകൻ മരിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നാം വായിക്കുന്നത്. ഏലിയ പ്രവാചകൻ, പഴയ നിയമത്തിലെ ശ്രേഷ്ഠ പ്രവാചകനായ ഏലിയാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രവാചകൻ മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിരാശ വരികയാണ്. എന്താണ് പ്രവാചകന് നിരാശയ്ക്ക് കാരണം? ഒരു സ്ത്രീ, അത് രാജ്ഞിയാണ്. അന്നത്തെ രാജ്യം വാഴുന്ന ആഹാബ് രാജാവിൻ്റെ ഭാര്യയാണ്. വിഗ്രഹാരാധന കൈമുതലാക്കിയൊരു സ്ത്രീയാണ്. വിഗ്രഹാരാധനയ്ക്ക് പ്രേരണ കൊടുക്കുന്നൊരു സ്ത്രീയാണ്. ദൈവജനത്തെ മുഴുവൻ ദ്വേഷിക്കുന്നൊരു സ്ത്രീയാണ്. ദൈവജനത്തെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്നൊരു സ്ത്രീയാണ്. ഏറ്റവും ഹീനമായ ജീവിതം നയിക്കുന്ന, ഏറ്റവും മോശമായ സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ അവൾ രാജാവിൻ്റെ ഭാര്യയാണ്. അവൾ അധികാരസ്ഥാനത്താണ് ഇരിക്കുന്നത്. അധികാരസ്ഥാനത്തിരിക്കുന്നയാൾ, അധികാരമുള്ളയാൾക്ക് അഹങ്കാരം കൂടിയായാലോ എന്തായിരിക്കും സ്ഥിതി? പ്രജകൾക്കാർക്കും സമാധാനം കിട്ടുകയില്ല. ഈ ഈസബേൽ എന്ന ആ ദുഷ്ട സ്ത്രീ അധികാരം കൈയാളിക്കൊണ്ട് അവൾ ഏലിയ പ്രവാചകനെ ഹിംസിക്കാൻ തീരുമാനിച്ചു, കൊല്ലാൻ തീരുമാനിച്ചു. അവൾ പറഞ്ഞു, ഭയങ്കരമായൊരു ഭീഷണിയായിരുന്നു. ഭീഷണി എന്താണ്? ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. 2-ാം വാക്യം വായിക്കാം. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. ഒരാളെ അയച്ചിട്ട് പറയുകയാണ്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അല്പം പോലും പേടിയില്ലാത്ത ഏലിയാവ് ഈ ദുഷ്ട സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ പേടിച്ചുപോയി. പേടി എന്തെന്നറിയാത്ത ദൈവപുരുഷൻ പേടിച്ചുപോയി. ഭീഷണിയുടെ മുമ്പിൽ പാവം ഏലിയാവ് പതറിപ്പോയി. ഏലിയാവ് എന്ത് ധീരമായിട്ടാണ് കർമ്മേലിൽ നിന്നത്. 18-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ ജയത്തിൻ്റെ കഥയാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവപുരുഷൻ്റെ പ്രാർത്ഥനയ്ക്ക് തീയായി ഇറങ്ങി വന്ന ചരിത്രമാണ് 18-ാം അധ്യായത്തിൽ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൽ കർമ്മേലിൽ തീയിറക്കിയ പ്രവാചകനാണ് ഏലിയാവ്. എന്തൊരു അത്ഭുതമായിരുന്നു! കർമ്മേലിൽ തീയിറക്കിയെന്ന് മാത്രമല്ല, വേറൊരു വലിയ അത്ഭുതം, ദേശത്ത് മഴ പെയ്യിച്ചു. 3.5 കൊല്ലം മഴയില്ലാത്ത ദേശത്ത് ഏലിയ പ്രവാചകൻ മഴ പെയ്യിച്ചു. അതെന്തൊരു അത്ഭുതം! ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാലുകളുടെ ഇടയിൽ തല തിരികൊണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഏലിയാവ് ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതം ഭൂമിയിൽ ഇറങ്ങി വരാൻ കാരണമായി നിന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഏലിയാവ് മഴയുടെ മുഴക്കം കേട്ടുകൊണ്ട് മേഘങ്ങൾ ഇങ്ങനെ കയറി, കൈപ്പത്തി പോലെ മേഘം വന്നു. അതിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ മേഘം കൂടി വന്നു. ഏലിയാവ് ചെന്ന് ആഹാബിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്, വേഗം രഥം പൂട്ടി ഓടിപ്പോയിക്കൊള്ളുക എന്ന്. ആഹാബ് രാജാരഥത്തിൽ കയറി. ആഹാബിനൊരു കാര്യം ചെയ്യാമായിരുന്നു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ദൈവപുരുഷനല്ലേ, മഴ വരുന്നുണ്ട്, 3.5 കൊല്ലം മഴയില്ലാത്ത ദേശത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ ദൈവപുരുഷനെ ഒന്ന് രഥത്തിൽ നിന്ന് കയറ്റി ഇരുത്തിയിരുന്നെങ്കിൽ. ഇല്ലില്ല, ആഹാബ് ദൈവപുരുഷനെ ഗവനിച്ചില്ല, ഏലിയാവിനെ ഗവനിച്ചില്ല. ലോക നേതാക്കന്മാർ പാവപ്പെട്ട ദൈവപുരുഷന്മാരെ ഗവനിച്ചൊന്നും വരികയില്ല, പാവപ്പെട്ട ദൈവമക്കളെ മാനിച്ചൊന്നും വരികയില്ല. ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒരു ദൈവപുരുഷനല്ലേ, ആത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്നൊരു ദൈവപുരുഷനല്ലേ. മഴ പെയ്ത് നനയാതിരിക്കാൻ ഈ ദൈവപുരുഷൻ തന്നെ പ്രാർത്ഥിച്ച് മഴയുണ്ടാക്കുന്നതാണ്, സ്വർഗത്തിൽ നിന്ന് മഴ ഇറക്കുന്നതാണ്. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടാണ് ദൈവം മഴ ഇറക്കുന്നത്. ആഹാബിന് നല്ലതുപോലെ മനസ്സിലായി. എന്നാൽ ഈ മനുഷ്യനെ ആദരിക്കാൻ തോന്നിയില്ല. പക്ഷെ എന്തുണ്ടായി? നാം വായിക്കുന്നൊരു വാക്യമുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം നമുക്ക് വായിക്കാം. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവപുരുഷൻ്റെ മേൽ വന്നു. ശക്തിയായി ആത്മാവ് ദൈവപുരുഷൻ്റെ ഉള്ളത്തിലേക്ക് വന്നു.
അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. രാജാവിൻ്റെ രഥത്തിന് മുൻപേ ഈ ഏലിയാവ് ഓടുകയാണ്, മുൻപേ ഓടുകയാണ്. എങ്ങനെ ഈ കാലുകൾക്ക് വേഗത കിട്ടി? എന്തൊരു കരുത്താണ്, എന്തൊരു ശക്തിയാണ്! സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയുടെ ആത്മാവിൻ്റെ ശക്തിയേറിയ പ്രവാഹം കൊണ്ടാണ് ഏലിയാവിന് ഈ അത്ഭുതം നിർവഹിക്കാൻ കഴിഞ്ഞത്. അഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപേ ഓടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ഞാൻ പത്രത്തിൽ വായിച്ചു. അത് നല്ല മനോഹരമായൊരു വാർത്തയായിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ വിശേഷിച്ചൊന്നും ആദ്യം തോന്നിയില്ല, പിന്നെ ഓർത്തു. എന്നാൽ നിങ്ങൾ വായിച്ചു കാണും. 2 അതിലധികമോ ചെന്നായ്ക്കൾ ചേർന്ന് 2 മ്ലാവുകളെ ഓടിച്ചു. ഈ മ്ലാവ് പ്രാണരക്ഷാർത്ഥം ഓടി. ഈ മ്ലാവ് 2 ഓടിയിട്ട് ചെന്നായി പിടിക്കുമെന്നായി. മ്ലാവ് എടുത്ത് പുഴയിലേക്ക് ചാടി, വെള്ളത്തിലേക്ക് ചാടി. ചെന്നായ്ക്കൾ കരയിൽ നിന്നു. മ്ലാവിന് പിടിക്കാൻ പറ്റിയില്ല. കുറേ നേരം നിന്നു. മ്ലാവ് ആ വെള്ളത്തിലൂടെ അങ്ങനെ നീന്തി നടന്നു. ചെന്നായ്ക്കൾ നിരാശരായി തിരികെ പോയി. അത് വായിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെയല്ലേ വാസ്തവത്തിൽ നടക്കുന്നത്? നമ്മെ എങ്ങനെയും ഹിംസിക്കാൻ ഭീകരന്മാരായ ചെന്നായ്ക്കൾ വരുന്നുണ്ട്. നമ്മെ തകർക്കാൻ ദുഷ്ടാത്മാക്കൾ വരുന്നുണ്ട്. ഭയങ്കര ചെന്നായ്ക്കൾ ആത്മാവിൽ ജീവനുള്ള ദൈവമക്കളെ നശിപ്പിക്കാനും ഹിംസിക്കാനും ദുരാത്മാക്കൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. ഈ ഘോരകാന്താരത്തിൽ, ഈ ഭീകരമായ കാനനത്തിൽ നമ്മെ പിടിച്ച് നമ്മെ കടിച്ചു കീറുവാൻ വെമ്പൽ കൊണ്ടുവരുന്ന ചെന്നായ്ക്കൾ ദുഷ്ടാത്മാക്കളാണ്, ദുരാത്മാക്കളാണ്, പൈശാചിക സേനയാണ്. എവിടെ ചെന്ന് അഭയം കിട്ടും? ഓടി രക്ഷപ്പെടാൻ നമുക്ക് കഴിവില്ല. ഈ ചെന്നായ്ക്കളുടെ മുന്നിൽ ഓടി രക്ഷപ്പെടാൻ കഴിവില്ല. ചാടിക്കൊള്ളുക വെള്ളത്തിലേക്ക്. ഞാൻ ചിന്തിച്ചു, വെള്ളം അടുത്ത് തന്നെയുണ്ട്. ഈ വെള്ളം ഏതാണ്? ദൈവത്തിന് സ്തോത്രം. ഏതാണ് ഈ വെള്ളം? ഉത്സവത്തിന് മഹാദിനമായി ഒടുക്കത്ത നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവാണ് ഈ ജീവജലം. ഈ ജലം, ഈ പുഴ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പിശാച് നമ്മെ വേട്ടയാടുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ, തിന്മയിലേക്കുള്ള ആകർഷണങ്ങൾ വരുമ്പോൾ, ലോകം നമ്മെ പ്രശംസ കൊണ്ട് മൂടി നമ്മെ ആകർഷിക്കുകയും നമ്മെ പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ കൂടെ തന്നെ പലരും നമ്മെ എതിർക്കുകയും നമ്മെ വെറുക്കുകയും അറപ്പോടെ കാണുകയും ചെയ്യുമ്പോൾ, ജനനേതാക്കന്മാർ നമ്മെ വെറുക്കുകയും നമ്മെ പൊറുക്കാനാവാതെ നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുകയും ചെയ്യുമ്പോൾ, അപ്പോഴെല്ലാം വേഗം ചെന്ന് നീന്താം. ഈ വെള്ളത്തിൽ, ആത്മജല പ്രവാഹത്തിൽ, പരിശുദ്ധാത്മാവിൽ മറയാം. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മോട് ലഭിക്കുവാൻ അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമ്മുടെ മേൽ വരുമെങ്കിൽ നാം ഭാഗ്യശാലികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരണം. യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. ഏലിയാവിന് ബലം കിട്ടി. ഏലിയാവ് ശക്തി പ്രാപിച്ചു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെല്ലാം ശക്തിഹീനരായിട്ടിരിക്കുന്നുണ്ട്, ആരെല്ലാം ക്ഷീണിതരായിട്ടിരിക്കുന്നുണ്ട്, ആരെല്ലാം തളർന്നിരിക്കുന്നുണ്ട്, ശുശ്രൂഷയാൽ കുഴങ്ങിയിരിക്കുന്നുണ്ട്, മനസ്സ് വാടിയിരിക്കുന്നുണ്ട്, ഹൃദയം വിഷാദമഗ്നമായിരിക്കുന്നുണ്ട്, മ്ലാനവദനരായിരിക്കുന്നുണ്ട്, ഉള്ളു വാടിയിരിക്കുന്നുണ്ട്, നാളെയോർത്ത് ആകുലപ്പെട്ടും ഭീതി കൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ജീവജലപ്രവാഹത്തിലേക്ക് നിങ്ങൾ ചാടുവീൻ. പരിശുദ്ധാത്മാവിൻ്റെ ജീവജലപ്രവാഹം. വെള്ളമെന്ന് പറയുന്നത് 1 ആത്മാവാണ്, 2 വെള്ളം വചനമാണ്. വചനത്തിൽ മറിഞ്ഞുകൊള്ളുക, വചനത്തിൽ നീന്തിക്കൊള്ളുക. വെള്ളം വചനത്തെ കാണിക്കുന്നു. സ്നേഹിതരെ, ഈ വചനം, ഈ കറുത്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഓരോന്നും ജീവൻ തുടിക്കുന്ന പദങ്ങളാണ്, ജീവൻ തുടിക്കുന്ന വചനങ്ങളാണ്, ജീവൻ തുടിക്കുന്ന ആത്മാവിൻ്റെ ശബ്ദമാണ്. നിങ്ങൾ ഈ വചനം വായിക്കൂ, നിങ്ങൾ വചനത്തിൽ മറയൂ. നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രതിസന്ധി അലട്ടുമ്പോൾ, ഭീതി വന്ന് കയറുമ്പോൾ, നിങ്ങൾക്ക് ഭയം വന്ന് തട്ടുമ്പോൾ, നാളെ എന്ത് എന്ന് വിഷമിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ 27-ാം സങ്കീർത്തനം വായിച്ചിട്ട് നിങ്ങൾ ആശ്വാസം കൊള്ളൂ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു,
ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായി ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്തുകൊണ്ടാണത്? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയോട് ഞാനൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേൽ നിന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവവേദിലെ ഭയം വരുന്നു, ഭീതി വരുന്നു, നാളെയെക്കുറിച്ചുള്ള ആങ്സൈറ്റീസ്, ആശങ്കകൾ വരുന്നു. എന്തു വേണ്ടു എന്നറിയാതെ വിഷമിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നു. ശത്രു വേട്ടയാടുന്നു. ഭീകരശക്തികൾ നമ്മോട് എതിർത്ത് പോരാടി നമ്മുടെ പിറകെ വന്ന് നമ്മെ വിഴുങ്ങാൻ ഭാവിക്കുന്നു. എന്തു വേണ്ടു? ഭയപ്പെടേണ്ട. ക്രിസ്തുവിൽ ആശ്രയിച്ച് ആ ചെറുകടിയിൽ മറഞ്ഞുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പത്രത്തിൽ വായിച്ചു, അത് നിങ്ങൾ വായിച്ചതായിരിക്കും. എവിടെയോ ഒരു പോത്ത്, അതിനെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. പോത്ത് പിടിവിട്ട് ഓടി. അതങ്ങ് മരണഭീതിയോടെ ഓടുകയാണ്. മരണഭീതി, ചാകുമെന്നുള്ള ഭീതിയോടെയുള്ള ഓട്ടമാണ്. ആ പോത്ത് ആരെയെല്ലാമോ വെട്ടി വീഴിച്ചു, കൊമ്പുകൊണ്ട് വീഴിച്ചു. മാരകമായ പരിക്കുകൾ പറ്റി. പലരും ഹോസ്പിറ്റലാണെന്നൊക്കെയാണ് പത്രത്തിൽ വായിച്ചത്. നിങ്ങളൊക്കെ വായിച്ച് കാണുമല്ലോ പ്രിയപ്പെട്ടവരെ. ആ പോത്ത് ഇങ്ങനെ ഓടിച്ചോടിച്ച് പലരെയും അപകടത്തിലാക്കുന്നു, നാടാകെ പേടിക്കുന്നു. അതിനെ ഒന്ന് അമർച്ച വരുത്താൻ ആർക്കും സാധിക്കുന്നില്ല. പല വിദഗ്ധന്മാരും വന്നു, നായാട്ട് വീരന്മാർ വന്നു, വെടിവയ്ക്കാൻ സമർത്ഥന്മാരായി വന്നു. അതിനുള്ള അനുവാദമെല്ലാം വേണമല്ലോ. അനുവാദങ്ങളെല്ലാം പെട്ടെന്ന് സംഘടിപ്പിച്ചു. ഔദ്യോഗികമായ അനുവാദങ്ങളെല്ലാം ലഭിച്ചു. ആ പോത്തിനെ അതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് അതിനുള്ളതായ ശ്രമങ്ങൾ തുടങ്ങി. ഞാൻ വായിച്ചു, ഇങ്ങനെയാണ് വായിച്ചത്. ഞാൻ പത്രത്തിലെ വാർത്ത ഇങ്ങനെയല്ല നമ്മൾ വായിച്ചത്. വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ ഇങ്ങനെയാണ് പോയത്. ഈ ഭീകരനായ കാട്ടുപോത്ത്, അതിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഭയങ്കരമായ ശക്തിയാണ് കാട്ടുപോത്തിന്. ഈ കാട്ടുപോത്ത് നമ്മെ വെട്ടാൻ വരികയാണ്. പക്ഷേ ഒന്നുകൊണ്ട്, മരണപരാക്രമം കൊണ്ടായി ഓടി വരുന്നത്. അന്ത്യക്രിസ്തുവിൻ്റെ മരണപരാക്രമമാണിത്. ഇന്ന് ലോകത്തെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ മരണപരാക്രമം കാണാം. ഭീകര സംഘടനകൾ രൂപം കൊള്ളുന്നു, മാഫിയ സംഘങ്ങൾ രൂപം കൊള്ളുന്നു, സെക്സ് റാക്കറ്റുകൾ രൂപം കൊള്ളുന്നു, പരസംഘങ്ങളും പരസ്ത്രീ പീഡനങ്ങളും എല്ലാം അരങ്ങേറുന്നു. യുവാക്കന്മാർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ്റർനെറ്റിലെ ചീത്ത പടങ്ങൾ രസിച്ച് പഠിത്തം മുടിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് കുത്തിവെച്ചും കഞ്ചാവ് പുകച്ചും ഇന്ന് അനേകരെ ജീവിതം നശിപ്പിച്ച് താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ കലങ്ങുന്നു. നല്ല കഴിവുറ്റ നല്ല ഓജസ്സുള്ള യുവാക്കന്മാർ അകാല നിര്യാണം പ്രാപിക്കേണ്ടി വരുന്നു. അനേകർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ നോക്കുന്നു. ജീവിതം വിരസമായി തീരുന്നു. കൊള്ളരുതായ്മകൾ വർദ്ധിക്കുന്നു. എതിർ ക്രിസ്തു അവൻ്റെ അവസാനമായി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ച് ഓടി നടന്ന് പല അക്രമങ്ങളും ചെയ്യുകയാണ്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വിളയാട്ടങ്ങളാണിതെല്ലാം. ദുരാത്മാക്കളുടെ കഠിനമായ യത്നങ്ങളാണിതെല്ലാം, കഠോര യത്നങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ ഓർത്തു, ഈ ഭീകരനായ പോത്ത് പാഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. എൻ്റെ ധ്യാനം അങ്ങനെയായിരുന്നു. പോത്ത് പാഞ്ഞു വരുമ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നു. ആ മരത്തിൻ്റെ മറവിലേക്ക് അങ്ങ് ഒളിച്ചു നിൽക്കുക. പോത്ത് ഓടി വരുമ്പോൾ അതുവരെ ഓടിച്ചു കൊണ്ടുവന്ന മനുഷ്യനെ കാണുന്നില്ല. എങ്ങോട്ട് പോയി? പോത്ത് ഓടിച്ചു കൊണ്ടുവന്നതാണ്. മരത്തിൻ്റെ പിറകിൽ മറന്നു നിൽക്കുക. ഞാനിത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ ചിന്തിക്കാൻ ഇടയായത്. പണ്ട് ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഒരിക്കൽ എവിടെയോ കൊല്ലാൻ കൊണ്ടുവന്നൊരു പോത്ത് അത് കയറ് പൊട്ടിച്ച് ഓടിയിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ മുറ്റത്തേക്ക് ഒന്ന് കയറി. അന്ന് കോളേജിന് ഗേറ്റൊന്നുമില്ല. കോളേജിൻ്റെ മുറ്റത്തേക്ക് ഒന്ന് കയറി. പിള്ളേരെല്ലാം നാലുപാട് ചിതറി ഓടി. ഞാൻ ഓർക്കുന്നു, ഒരു കുട്ടി, പാവം പെൺകുട്ടിയാണ്. അവൾ പേടിച്ച് എൻ്റെ വേറൊരു പോംവഴിയില്ല. അവിടെ ഒരു തണൽ മരം നിൽക്കുന്നുണ്ട്. ആ തണൽ മരത്തിൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ചു നിന്നു. ഇതെൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചിന്തിച്ചത്. അന്ന് അതിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരൊക്കെയോ വന്നു. അന്ന് നാട്ടിൽ വിദഗ്ധന്മാരായ ചില നല്ല
വെടിവെപ്പുകാർ വന്നു. ആ പോത്തിനെ അവിടെ കോളേജ് മുറ്റത്ത് വെടിവെച്ചിട്ടു. ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? പോത്തിങ്ങനെ പാഞ്ഞു വരുമ്പോൾ, ആളുകളെ ചിതറി ഓടുമ്പോൾ രക്ഷ കിട്ടാൻ അവൾക്ക് ഓടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അവൾ മറഞ്ഞത് അവിടെ ഒരു തണൽ മരത്തിൻ്റെ പിറകിൽ. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ കർത്താവേ, ഭീകരനായ കാട്ടുപോത്ത് പാഞ്ഞു വരുന്നു, ദുരാത്മസേനകൾ പാഞ്ഞു വരുന്നു, ഹിംസിക്കാൻ പാഞ്ഞു വരുന്നു, കൊല്ലാൻ പാഞ്ഞു വരുന്നു, വെട്ടി വീഴ്ത്താൻ പാഞ്ഞു വരുന്നു, തകർത്ത് കളയുവാൻ പാഞ്ഞു വരുന്നു. കർത്താവേ, ഞാൻ ഈ മരത്തിലൊന്ന് മറിഞ്ഞു കൊള്ളട്ടെ. ഏതാണ് ഈ മരം? ഞാൻ വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏതാണ് ഈ മരം? അത് ഗോകുൽത്തായിലെ കുരിശാണ്. ആ മരത്തിൽ നിങ്ങൾക്ക് മറയാം, അവിടെ മറയാം പ്രിയപ്പെട്ടവരെ. ഒരു ശക്തിക്കും തൊടാൻ ഒക്കുകയില്ല. ഈ ഗോകുൽത്തായിലെ കുരിശിൻ്റെ പിന്നിൽ എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു 3 ആണികളിൽ തൂങ്ങിയ ആ തിരുരക്തം ചിന്തിയ കുരിശിൻ്റെ മറവിൽ മറഞ്ഞു നിന്നാൽ എനിക്ക് രക്ഷയുണ്ട്. മകനേ, നിനക്കും രക്ഷയുണ്ട്. കുരിശിൻ്റെ പിറയിൽ മറയുക. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കുരിശ് നിങ്ങളുടെ മാലയിൽ കോർത്തിട്ടാൽ കുരിശിൻ്റെ പിറയിൽ മറവാവില്ല. നിങ്ങളുടെ വീട്ടിൽ തേക്ക് കൊണ്ടോ ഈട്ടി കൊണ്ടോ അല്ല വെള്ളി കൊണ്ടോ അല്ല സ്വർണം കൊണ്ട് തന്നെയോ ഒരു കുരിശുണ്ടാക്കി വെച്ചാലും മറയാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് കുരിശ്? കുരിശെന്ന് പറയുന്നത് കുരിശിലെ സെൽഫ് ഡിനയലാണ്. സെൽഫ് ഡിനയൽ, കുരിശിലെ സെൽഫ് സാക്രിഫൈസാണ്, സ്വയത്യാഗമാണ്, സ്വയം ത്യജിക്കലാണ്, തന്നെ ത്യജിക്കലാണ്, തന്നെ അങ്ങ് ഇല്ലായ്മ ചെയ്യുകയാണ്, സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്, സ്വയം ഇല്ലായ്മ വരുത്തുകയാണ്. ഞാൻ ഒന്നുമില്ല എന്ന് അംഗീകരിക്കുകയാണ്, ഞാൻ ഏതുമില്ല എന്ന് സമ്മതിക്കുകയാണ്, എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ അംഗീകരിച്ച് കൊടുക്കുകയാണ്. കർത്താവേ, ഞാൻ നിസ്സഹായനെന്ന് പറഞ്ഞ് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പ്രിയരെ? ക്രൂശിൽ ചാരുവാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ? ക്രൂശ് നിങ്ങളുടെ പ്രശംസാ വിഷയമാണോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, റോമൻ പൗരത്വമുണ്ട് ജന്മനാ തന്നെ, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, പരീശ പ്രമാണിയാണ്, സനദിനി സംഘത്തിലെ അംഗമാണ്, യഹൂദ ജാതിയിൽ മുൻപനാണ്, യെരൂശലേം ദേവാലയത്തിൽ ശ്രേഷ്ഠനാണ്, എല്ലാ പദവികളും പ്രതാപങ്ങളുമുണ്ട്. അന്ന് ഗമാലിയേൽ എന്ന് പറയുന്ന വിശ്രുതനായ എബ്രായ പ്രൊഫസറുടെ അരിവ ശിഷ്യനാണ്, നല്ല താത്വിക ആചാര്യനാണ്, നല്ല ദാർശനികനാണ്, ബുദ്ധിജീവിയാണ്, എല്ലാമാണ്. എങ്കിലും ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ലാഭമായിരിക്കുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നതാണ് ക്രൂശ് വഹിക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം പിന്നിലേക്ക് മാറുകയാണ്, എല്ലാം ഉപേക്ഷിച്ച് ചവർന്ന് എണ്ണുകയാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അനുവർത്തിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അതല്ലാതെ വേറെ വഴിയില്ല, ക്രിസ്തീയത്വത്തിൽ വേറെ വഴിയില്ല. കുരിശ് നാം വഹിക്കുന്നു, കുരിശ് നാം പേറുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരം കൊണ്ടൊരു കുരിശുണ്ടാക്കി തോളിൽ വെച്ചുകൊണ്ട് മല കയറിയാൽ കുരിശ് പേറുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ചരടിൽ കുരിശ് കോർത്ത് കഴുത്തിൽ തൂക്കിയിട്ട് നല്ല വലിയൊരു കുരിശ് തന്നെ ആയിക്കൊള്ളട്ടെ, അതുകൊണ്ട് നിങ്ങൾ കുരിശിൻ്റെ ദാസനായി തീരുകയില്ല, അതുകൊണ്ട് മാത്രം തീരുകയില്ല. എന്നാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് സ്വയത്യാഗമുണ്ടോ? നിങ്ങൾക്ക് സെൽഫ് ഡിനായലുണ്ടോ? സെൽഫ് ഇമ്പോർട്ടൻസ് കളയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സെൽഫ് സാക്രിഫൈസ് ഉണ്ടോ? സെൽഫ് സെൻറ്റേഡ്നെസ് മാറ്റാൻ സാധിക്കുമോ? അപ്പോൾ നിങ്ങളുടെ നിരാശ മാറും, ജീവിതം പ്രഭാഭാസുരമാകും, ജീവിതം സന്തോഷഭരിതമാകും, ജീവിതം സമാധാനപൂർണ്ണമാകും. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അനേകം പേര് മുഖം വാടിയല്ലയോ വന്നിരിക്കുന്നത്? നിങ്ങൾ വചനം കേൾക്കുന്നവരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തീ കാളിക്കൊണ്ടിരിക്കുകയല്ലേ? ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നവരില്ലേ? മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്നവരില്ലേ? ജീവിതമാകെ വലഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരില്ലേ? നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം. സ്നേഹിതരെ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയും, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടും, നിങ്ങൾക്കൊരു യജമാനുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടും, നിങ്ങൾക്കൊരു ലോർഡ്, നിങ്ങൾക്കൊരു കർത്താവുണ്ട് എന്ന് ഉറപ്പ് കിട്ടും, നിങ്ങൾക്ക് ഒരു ഇടയനുണ്ട് എന്ന് ഉറപ്പ് കിട്ടും, നിങ്ങൾക്കൊരു രക്ഷകർത്താവുണ്ട് എന്ന് ഉറപ്പ് കിട്ടും, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ് കിട്ടും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല
എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഐ ഷാൽ നോട്ട് ലീവ് ദി കംഫർട്ട്ലെസ്. ഞാൻ നിങ്ങളെ അസന്തുഷ്ടരായി വിടുകയില്ല. സന്തോഷമുള്ളവരാക്കി ഞാൻ തീർക്കും. അനാഥരായി വിടുകയില്ല. നാഥനുള്ളവരാക്കി നിങ്ങളെ തീർക്കും. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങളും ജീവിക്കുന്നു. കർത്താവ് അവസാനമായി പറഞ്ഞ പ്രസംഗത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ നാഥനായി നീ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാനിതാ എതിരേൽക്കുന്നു. എൻ്റെ ഹൃദയം നിനക്കിതാ ഞാൻ തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതത്തിന് നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. എൻ്റെ രാജാവായി എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എന്നെ നീ ഭരിക്കണമേ. എന്നെ നീ നിയന്ത്രിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ സകല ചുമതലകൾ നീ ഏറ്റെടുക്കണമേ. എൻ്റെ നാഥ, എൻ്റെ നിരാശകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ വാട്ടത്തോട് യാത്ര പറയുന്നു. എൻ്റെ വിഷാദങ്ങളോട് യാത്ര പറയുന്നു. എൻ്റെ അങ്കലാപ്പുകളോട് യാത്ര പറയുന്നു. എൻ്റെ സംശയങ്ങളോട് യാത്ര പറയുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളോട് യാത്ര പറയുന്നു. പാപമില്ലാത്ത സംശുദ്ധ ജീവിതത്തിൻ്റെ സുഖമാസ്വദിപ്പാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവനിതാ നിങ്ങളുടെ മുൻപിൽ ആണിപ്പാടുള്ള കരം നീട്ടി കെഞ്ചി നിൽക്കുകയാണ്. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് യേശു പറയുന്നു. അവനായി ഹൃദയം തുറക്കുവീൻ. അവനെ ഉള്ളത്തിലേക്ക് എതിരേൽക്കുവീൻ. അവനെ സ്വീകരിപ്പീൻ. യേശുവിനെ കൈക്കൊള്ളുവീൻ. യേശു വഹിച്ച കുരിശിൻ്റെ മഹത്വം ദർശിച്ച് ജീവിതത്തിൽ അവനവൻ കുരിശ് പേറുവീൻ. കുരിശ് വഹിപ്പീൻ. നിന്ന വഹിപ്പീൻ. അപമാനം ധരിപ്പീൻ. ആക്ഷേപം വഹിപ്പീൻ. ക്രിസ്തുവിനെ കൈക്കൊള്ളുവീൻ. ക്രിസ്തു പോയി അതേ വഴിയിൽ കൂടി പോകുവീൻ. നിന്നയുടെ വഴിയിൽ കൂടി പോകുവീൻ. യേശുവിനായി ജീവിതം സമർപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കുരിശിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവമാക്കാൻ ഭാഗ്യം തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്വയത്തെ നിശേഷം മരിപ്പിച്ച് കർത്താവെ കുരിശിലെ ത്യാഗം ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമാക്കി യേശുവിൻ്റെ വിശുദ്ധരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിശുദ്ധ ജനം ഉണരണമേ കർത്താവേ. ഒരു വിശുദ്ധ ജനം എഴുന്നേൽക്കണമേ കർത്താവേ. വിശുദ്ധിയുടെ ദീപശഖ ഉയരണമേ കർത്താവേ. ക്രൂശിൽ ഉൾപ്പെടുത്തിയ സ്നേഹം എല്ലാവരും പ്രാപിക്കണമേ കർത്താവേ. ആ സ്നേഹത്തിൻ്റെ പ്രവാചകരാക്കാൻ ഈ വാക്കുകളെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.